നമസ്കാരം. അവർ ടി വി 24/7 ഇന്ന് നമുക്ക് അതിഥിയായി കിട്ടിയിരിക്കുന്നത് ഡോക്ടർ എ ബഷീർ കുട്ടിയാണ്. അദ്ദേഹം ശരിക്കും ഒരു എഴുത്തുകാരൻ കൂടിയാണ്. അതുപോലെ തന്നെ മനഃശാസ്ത്ര ചികിത്സാ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെ നമുക്ക് ഈ ഒരു വേദിയിലേക്ക് കിട്ടിയതിൽ അദ്ദേഹത്തെ ആദ്യമേ നമുക്ക് നമസ്കാരം പറയാം. സാറേ, വളരെ സന്തോഷം. നമസ്കാരം. ഓക്കെ. എനിക്ക് സാറുമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ഈ ഇപ്പോഴത്തെ യങ്ങായിട്ട് വരുന്ന കുട്ടികളുടെ ഇടയിലുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും നമ്മളതിനെ അവരുടെ വികൃതനം അങ്ങനെയൊക്കെ കണ്ട് ആണ് നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പം അതിന് സാറിന് കറക്റ്റായിട്ടൊരു ഇത് പറഞ്ഞു തരാൻ പറ്റും, എങ്ങനെ അതിനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ അതിനെ നമുക്കത് റെക്ടിഫൈ ചെയ്യാമെന്നുള്ള. ഓക്കെ. കുട്ടികളിൽ സാധാരണ താങ്കൾ പറഞ്ഞതുപോലെ ധാരാളം പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ പല പ്രോബ്ലംസും പാരൻസോ മറ്റുള്ളവരോ വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാറില്ല. അതിന് കാരണം കുട്ടികളല്ല, അവർ പല വികൃതിയും കാണിക്കുമല്ലോ. അപ്പോൾ ആ വികൃതിയുടെ ഭാഗമാണ്, അവരുടെ നിർബന്ധത്തിൻ്റെ ഭാഗമാണ്, അങ്ങനെയൊക്കെ കരുതും. അപ്പോൾ പക്ഷേ പല കേസുകളും പല സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളും ചികിത്സ അല്ലെങ്കിൽ തെറാപ്പി അല്ലെങ്കിൽ കൗൺസിലിംഗ് ആവശ്യമാണ്. ചിലപ്പോൾ കുട്ടികൾക്കായിരിക്കും, ചിലപ്പോൾ കുട്ടിയുടെ ആ പ്രശ്നത്തിന് കാരണം പാരൻസ് ആണെന്ന് കണ്ടുപിടിച്ചാൽ പാരൻസിനായിരിക്കും കറക്ഷൻ കൊടുക്കേണ്ടി വരിക. അപ്പോൾ കുട്ടിയുടെ പ്രോബ്ലംസ് മാറും. അപ്പോൾ ഉദാഹരണത്തിന് പലതരത്തിലുള്ള പ്രശ്നം. ഒന്ന്, നമുക്കിപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, ADHD എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെ ബുദ്ധിശക്തിയുള്ള കുറവ് കൊണ്ടുള്ള പ്രോബ്ലംസ്. സാധാരണ കാഴ്ചയിൽ കുട്ടി നോർമലാണെന്ന് തോന്നാം, പക്ഷേ ആ കുട്ടിയുടെ ബൗദ്ധികമായ കഴിവ് അല്പം കുറവായിരിക്കും. അതുമൂലമുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനാവശ്യ നിർബന്ധം കാണിക്കുക, ടാൻട്രംസ് എന്ന് പറയും. അത് കുട്ടികൾക്കെല്ലാം ടാൻട്രംസ് ഉണ്ട്, നിർബന്ധം ഉണ്ട്. പക്ഷെ ചില കുട്ടികൾക്ക് അമിതമായ ടാൻട്രംസ് ആയിരിക്കും. അവർ മറ്റുള്ളവരുടെ മുന്നിലും പുറത്തു പോയാലും ഒക്കെ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് മറ്റു ചില പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആവർത്തന സ്വഭാവം. ചില കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യും, അത് അനാവശ്യമായിട്ടുള്ള ആവർത്തനമാണ്. ഒരു കാര്യം ചെയ്താൽ പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ പല തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളർച്ചയുടെ ഘട്ടം വരുമ്പം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയും. അതായത് പഠന വൈകല്യം. പഠന വൈകല്യം നമ്മൾ പറയുമ്പോൾ അത് സാധാരണ മറ്റു കാരണം കൊണ്ടുള്ള പഠന വൈകല്യമല്ല, ഇത് രോഗം തന്നെയാണ്, ഒരു പ്രോബ്ലം തന്നെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതുപോലുള്ള പിന്നെ ഈ വിക്ക് വരാം, ചില കുട്ടികൾക്ക് സംസാരത്തിൽ വിക്ക് വരാം, അത് ഒരു പ്രോബ്ലമാണ്. പിന്നെ കുട്ടികൾക്കുള്ള ഉത്കണ്ഠ രോഗങ്ങൾ, ഉത്കണ്ഠപരമായുള്ള പ്രശ്നങ്ങൾ. ഇങ്ങനെ കുട്ടികളുടെ പ്രശ്നങ്ങൾ ഒരുപാട് ലിസ്റ്റ് എടുത്താൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്. നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ എടുത്തിട്ട് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പാരൻസ് ശ്രദ്ധിക്കേണ്ട, ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും. ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞു ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ ഈ വാക്കുകൾ തന്നെ ആ രോഗത്തിൻ്റെ ഒരു സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് സൂചന തരുന്നുണ്ട്. അറ്റൻഷൻ ഡെഫിസിറ്റ്, ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ആ ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇടയ്ക്കിടയ്ക്ക് അറ്റൻഷൻ്റെ പ്രോബ്ലം വരാം. പക്ഷെ ഇതല്ല, എത്ര ശ്രദ്ധിച്ചാലും ശ്രമിച്ചാലും അറ്റൻഷൻ അവിടെ നിൽക്കില്ല. അപ്പോൾ കുട്ടിയുടെ അറ്റൻഷൻ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ ആക്ടിവിറ്റി നമുക്കറിയാം, കുട്ടികളപ്പോൾ ഓടിച്ചാടി കളിക്കും, അതാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ഹൈപ്പർ, ഓവർ ആക്ടിവിറ്റി. അപ്പോൾ കുട്ടികൾ ചിലപ്പോൾ ഇച്ചിരി ഓവറൊക്കെ കാണിക്കും, പക്ഷേ അതിനേക്കാൾ ഓവർ. ഇപ്പം നമുക്കൊരു ആവറേജ് അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് ലെവലുണ്ട്, അതിനേക്കാൾ അപ്പുറം പോകുമ്പോഴാണ് അത് ഹൈപ്പർ ആക്ടിവിറ്റി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നൊരു കുട്ടിയുടെ സ്വഭാവം. നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്, സ്കൂളിൽ ചെന്ന് ചിലപ്പോൾ ബാഗ് തുറന്ന് സാധനങ്ങളൊക്കെ ബുക്ക് പെൻസിലൊക്കെ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പെണ്ണെടുക്കുമ്പോൾ പലതും കാണില്ല. കാരണം എന്താ? വീട്ടിൽ വെച്ച് തന്നെ അറ്റൻറ്റീവായിട്ട് ഓരോന്ന് ടൈം ടേബിൾ നോക്കി എടുത്താലല്ലേ വെക്കാൻ നോക്കൂ. അവർക്ക് ആ അറ്റൻഷൻ കാണില്ല. രണ്ടാമത്, ഇനിയിപ്പോൾ എഴുതാൻ ശ്രമിച്ചാൽ തന്നെ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ടിരുന്ന് എഴുതാനൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റി, അറ്റൻഷൻ മാറിപ്പോവും. ഒന്ന് പറയുമ്പോൾ തന്നെ അവർ മനസ്സ് വേറെ പോയിട്ട് വേറെ ശ്രദ്ധിക്കും. ഇങ്ങനെ ആയിപ്പോവും. അപ്പോൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ ശ്രമിച്ചാലോ ചിലപ്പോൾ അല്പനേരം വായിക്കാൻ ശ്രമിക്കും. വായിച്ചു കഴിഞ്ഞാൽ അവർക്കത് കൃത്യമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഒരു അല്പസമയം കഴിയുമ്പോൾ ഈ അറ്റൻഷൻ അങ്ങ് പോകും. പിന്നെയും ശ്രമിക്കും. പിന്നെ അപ്പോൾ പാരൻസ് വഴക്ക് പറയും, നീ എന്താ ശ്രദ്ധിക്കാത്തതെന്നു. പക്ഷെ അവർ മനഃപൂർവ്വമല്ല, അവരുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന പ്രോബ്ലം ഉള്ളിലുള്ളത് കൊണ്ടാണ്.
കറക്റ്റ്. അങ്ങനെ അവർ അറ്റൻഷൻ മാറി മാറിപ്പോവും, വീണ്ടും ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ പാരൻസിന് ദേഷ്യം വരും, ടീച്ചേഴ്സിന് ദേഷ്യം വരും, ട്യൂഷൻ ടീച്ചർക്ക് ദേഷ്യം വരും, എൽഡേഴ്സ് പഠിപ്പിക്കുന്നവർക്ക് ദേഷ്യം വരും, മുൻകോപമുള്ള അച്ഛനാണ് കൂടെ ഇരിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ആകെപ്പാട് അപ്പോൾ ഇതിൻ്റെ റിയാക്ഷൻ കൊണ്ട് കുട്ടി വയലൻ്റായിട്ട് പെരുമാറും. അപ്പോൾ വയലൻ്റ് ആണെന്ന് പറഞ്ഞ് പിടിച്ച് കൊണ്ടുവന്ന് ഞങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരും. അപ്പോൾ ആക്ച്വലി നോക്കുമ്പോഴത്തേക്ക് കുട്ടിയുടെ പ്രോബ്ലമാണ്, അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തണം. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല ഒരു ഗെയിം കിട്ടിയാൽ ഒരു കുട്ടി അടങ്ങിയിരിക്കും. സാധാരണ എങ്ങനെയാണ്, അവർക്ക് ഇഷ്ടമുള്ള ഒരു ചിത്രം കിട്ടിയാൽ അടങ്ങിയിരിക്കും, അല്ലെങ്കിൽ ഒരു കാർട്ടൂൺ കിട്ടിയാൽ അവർ അടങ്ങിയിരിക്കും. പക്ഷെ ഇത് അങ്ങനെ അടങ്ങിയിരിക്കാൻ ഒക്കില്ല. ഇത് കാണുന്നപ്പോൾ തന്നെ ചിലപ്പോൾ അതിനകത്തുള്ള കഥാപാത്രം ഓടുന്ന പോലെ ചാടുന്ന പോലെ ഓടാൻ തോന്നും. അപ്പോൾ ഓടി ജനലിൽ കൂടെ കയറുക, അല്ലെങ്കിൽ കറങ്ങിയിട്ട് വരിക. ചിലപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരും. ഗസ്റ്റ് വരുമ്പോൾ നമ്മളൊരു ഡിഗ്നറ്ററി ഉള്ളൊരു നമ്മൾ ആദരിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ആളായിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ശാന്തമായിരിക്കണമെന്ന് വീട്ടുകാരൊക്കെ ആഗ്രഹിക്കും. ഇവന് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അവൻ വന്നിട്ട് ഓടി അവരുടെ ഇടയിൽ കൂടെ ഒക്കെ ഓടി. അപ്പോൾ ഇവർക്ക് ഭയങ്കര എംബ്രാസ്മെൻ്റ് ആയിരിക്കും, ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ എത്ര പറഞ്ഞാലും കണ്ണുരുട്ടി കാണിക്കും, പിടിക്കും. ചിലപ്പോൾ ഒരു പാരൻ്റ് എണീറ്റ് പോയിട്ട് അവനെ പിടിച്ച് നിർത്താൻ നോക്കും, അവിടെ ബഹളം ഉണ്ടാവും. എന്നിട്ട് ഗസ്റ്റ് പോയി കഴിയുമ്പോൾ ഇവന് നല്ല വഴക്കോ തല്ലോ ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ ഹൈപ്പർ ആക്ടിവിറ്റിയുടെ ഒരു ലക്ഷണമാണ്. അപ്പോൾ ഇതാണ് ഒരു കാര്യം. അപ്പോൾ ഇത് ഒരു സംഭവമാണല്ലോ. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അത് പക്ഷേ ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു അതെ അതെ ഒരു സൈക്യാട്രിസ്റ്റിനെയോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണിക്കുക. കൂടുതലും ക്ലിനിക്കൽ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചികിത്സാ വിദഗ്ധരാണ്. കാരണം പല കേസുകളും മരുന്ന് വേണ്ട, മരുന്നില്ലാതെ തന്നെ നമുക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയുള്ള തെറാപ്പി കൊടുത്താൽ മതിയാവും. ചില കേസിൽ മരുന്ന് ചെറിയ രീതിയിലുള്ള കുട്ടിയുടെ പ്രായവും ആരോഗ്യമൊക്കെ നോക്കിയിട്ടും ഈ പ്രോബ്ലത്തിൻ്റെ ഇൻറ്റൻസിറ്റി നോക്കിയിട്ടും നമുക്ക് ചെറിയ മെഡിസിൻ കൊടുക്കാൻ പറ്റും. അങ്ങനെയും കൊടുക്കാം. പക്ഷേ തെറാപ്പി വേണം. പ്ലസ് പാരൻ്റൽ കൗൺസിലിംഗ്. കാരണം പാരൻറ് ഷുഡ് ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ദ ചിൽഡ്രൻസ് പ്രോബ്ലം. കുട്ടിക്ക് എന്താണ് പ്രോബ്ലം എന്ന് അച്ഛനമ്മ അറിയണമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതനുസരിച്ച് അവരെ മോൾഡ് ചെയ്തിട്ട് എങ്ങനെ കുട്ടികളോട് പെരുമാറണം, എങ്ങനെ കുട്ടികളെ അപ്രോച്ച് ചെയ്യണം, അതും ഒരു മുഖ്യ ഘടകമാണ് ഈ ചികിത്സയിൽ. അതെ. അപ്പോൾ അതാണ് ഒരു രീതി. അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്യാം. രണ്ടാമത് ഞാൻ പറഞ്ഞു, പിന്നെ ബുദ്ധിശക്തിയിലുള്ള കുറവ്. ബുദ്ധിശക്തിയിലുള്ള കുറവ് വരിക എന്ന് പറഞ്ഞാൽ തീരെ കുറവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, മറ്റുള്ളവർക്കറിയാം. അവരുടെ ലുക്കിലും അവരുടെ രൂപത്തിലും അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ നമുക്കറിയാം. അവരോട് നമുക്കൊരു കരുണ തോന്നുകയും. ഇപ്പോൾ എത്ര വലിയ ഗസ്റ്റ് ആയിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഇപ്പോൾ കൂടുതൽ അറിവ് നേടുന്നവർക്ക് കൂടുതൽ കരുണയും കൂടുതൽ മനസാക്ഷിയും കൂടുതൽ പിന്നെ ഒരു മാനുഷിക പരിഗണന കൂടുതൽ അറിവ് നേടും തോറും നമുക്കുണ്ടാവും. പക്ഷേ സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ചെറിയ വികൃതിയെ കാണിച്ചാൽ ദേഷ്യം വരും, ബുദ്ധിമുട്ട് വരും. പക്ഷെ അവർ ചിന്തിക്കുന്നതിൽ അവർക്കാണ് ഇതുപോലത്തെ ഒരു കുട്ടി ഉണ്ടായാൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പം ഇങ്ങനെ അസാധാരണമായിട്ട് പെരുമാറുന്ന ബുദ്ധിശക്തി കുറഞ്ഞ കുട്ടികളുണ്ട്. ഈ ബുദ്ധിശക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബുദ്ധി എന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ്. ബുദ്ധി എന്ന് പറയുമ്പോൾ അതിനകത്ത് പല കോഗ്നിഷൻ എന്ന് പറയും, കോഗ്നിറ്റീവ് കപ്പാസിറ്റി എന്നാണ് നമ്മൾ പറയും. ഹയർ മെൻ്റൽ ഫങ്ഷൻ, ഉയർന്ന ചിന്ത. അപ്പോൾ അതിനകത്ത് അറ്റൻഷൻ വരും, ഒരു കാര്യം മനസ്സിലാക്കാനുള്ള കഴിവ് വരും, മനസ്സിലാക്കിയത് പഠിക്കാനുള്ള കഴിവ് വരും, പഠിച്ചത് മനസ്സിൽ സൂക്ഷിക്കാനുള്ള കഴിവ് വരും, അത് ആവശ്യം വരുമ്പോൾ തിരിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവും. പിന്നെ ഒരു കാര്യം കിട്ടി അതിനെ ചിന്തിക്കാനുള്ള കഴിവ് വരും, അനലൈസ് ചെയ്യാനുള്ള കഴിവ് വരും. ഇതെല്ലാം കൂടെ ചേരുന്ന ഒക്കെയാണ്, ഇതിനും പലതുമുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഈ കോഗ്നിഷനാണ്. അപ്പോൾ ഈ കോഗ്നിഷൻ മൊത്തത്തിൽ കുറവായിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ 6th ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് മറ്റ് കുട്ടികളെ പോലെ എത്താൻ പറ്റില്ല. പക്ഷെ അവരെ കണ്ടാൽ നോർമൽ എന്ന് തോന്നാം, ഒരല്പം കുറവായിരിക്കും. ഉദാഹരണത്തിന് ഇപ്പോൾ തീരെ ബുദ്ധിമാന്യമല്ല, ബുദ്ധിമാന്യത്തിൻ്റെ തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. വെച്ചാൽ അങ്ങറ്റത്തെ ലെവൽ, നോർമലി നിന്ന് അല്പം താഴെ, പക്ഷേ ബുദ്ധിമാന്യത്തിൻ്റെ അങ്ങറ്റം. താഴെ അറ്റമല്ല, തീരെ ബുദ്ധിമാന്യമല്ല, കുറച്ച് മുകളിലോട്ടുള്ള. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ബോർഡർ ലൈൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കുട്ടികളുണ്ട്. നോർമലും അല്ല ബുദ്ധിമാന്യവും അല്ല, ഇടയ്ക്കുള്ളതാണ്. അപ്പോൾ അവരെ കണ്ടാൽ നോർമലായിട്ടിരിക്കും, പക്ഷേ അവരുടെ പെരുമാറ്റത്തിൽ അവരുടെ ചിന്താശക്തിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോഗ്നീഷനിൽ കുറവ് വരും. അപ്പം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുകയാണ്,
അപ്പോൾ സാധാരണ കുട്ടികൾ കാര്യങ്ങൾ ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് മനസ്സിലാക്കി ചെയ്യും. ഇവർക്ക് മനസ്സിലാവില്ല. ഇപ്പോൾ ലാംഗ്വേജ് ടീച്ചർ പഠിപ്പിക്കണം, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. അപ്പം എന്നിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ഒരു 2 മീനിങ് ഉണ്ട്. രണ്ടാമത്തെ മീനിങ് പറഞ്ഞെടുത്ത് മറ്റു കുട്ടികൾക്ക് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ ഒരു കുട്ടി, അവൾ വിചാരിക്കും എന്താ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. വീട്ടിൽ ചെന്നാൽ മുല്ല ഉണ്ടെങ്കിൽ അവൾ പോയി മണത്ത് നോക്കും. കറക്റ്റ്. കാരണം എന്തുകൊണ്ട് ടീച്ചർ അങ്ങനെ പറഞ്ഞല്ലോ, യഥാർത്ഥത്തിൽ മണമില്ലേ എന്നുള്ള സംശയം കുട്ടിക്ക് വരുന്നത്. അപ്പം ഇതുപോലെയുള്ള ഈ കൂടുതൽ കാര്യങ്ങൾ ചിന്തിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ പഠന പ്രക്രിയയിൽ അത് തെളിയും തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ മുമ്പോട്ട് വരാനൊക്കില്ല അവർക്ക്. അപ്പോൾ അത്തരം കുട്ടികളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്ക് അതാണ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം നമുക്ക് ഇത് ഏതെങ്കിലും വിദഗ്ധരുടെ അടുത്ത് പോയിട്ട് അവരുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി അസസ് ചെയ്യുക, എത്രത്തോളം ഉണ്ട്, അവരുടെ വൈകല്യം കുറവ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഗൈഡ് ചെയ്യുക. അപ്പോൾ ടീച്ചേഴ്സിന് ഗൈഡൻസ് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഇത് അറിയേണ്ടി വരും. അതുപോലെ തന്നെ വീട്ടുകാരിത് അറിയേണ്ടി വരും. വീട്ടുകാർ ചിലരൊക്കെ അറിയുമ്പോൾ വല്ലാത്ത ഷോക്കായിരിക്കും. അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അക്സെപ്റ്റ് ചെയ്യെങ്കിൽ മാത്രമേ ഇനി എന്ത് ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. നിരാശയിലിരുന്നിട്ട് വിഷമിച്ചിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ സമഗ്രമായിട്ട് കൈകാര്യം ചെയ്യുമ്പോഴാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ആവുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. മനസ്സിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ 2 മരുന്ന് കൊടുക്കുക മാത്രമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചിലപ്പോൾ മൊത്തത്തിൽ സമഗ്രമായ ചികിത്സ ഇങ്ങനെയുള്ള കേസിൽ വേണ്ടി വരും. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടിയെ നന്നായി ഒരു അതായത് പാരൻസ് അത് മനസ്സിലാക്കിയ നല്ലൊരു ഡോക്ടറെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ഒന്നാമത്തെ കടമ. ആദ്യം ഒരു സംശയം, എന്താണ് ഇവൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ഇല്ല, ഈ കുട്ടിക്ക് എൻ്റെ മകന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ള സംശയം ആദ്യം അവർക്കുണ്ടാവും. എന്നിട്ട് അതിനെ പറ്റിയൊരു വിദഗ്ധനെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ അദ്ദേഹത്തിന് ആ വിദഗ്ധന് അല്ലെങ്കിൽ വിദഗ്ധയ്ക്ക് ഒരു നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാരൻസിന് വേണ്ടിയുള്ള സജഷൻസ് തരാൻ പറ്റും. പഠിപ്പിക്കുന്ന കാര്യത്തിലും എത്രത്തോളം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലും, ഏതെല്ലാം മീഡിയത്തിൽ പഠിപ്പിക്കണം, എങ്ങനെയൊക്കെ പഠിപ്പിക്കണം, എത്ര ക്വാളിറ്റി, ഇതെല്ലാം നമുക്ക് കിട്ടും. ചിലപ്പോൾ ചില കുട്ടികൾക്ക് ടെക്നിക്കലായിട്ടുള്ള കഴിവുണ്ടാവും, മറ്റു രീതിയിലുള്ള മുകളിലോട്ടുള്ള ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് അതിൻ്റെ അത് കുറവായിരിക്കും, സ്കോളാസ്റ്റിക് അച്ചീവ്മെൻറ്റ്. അപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ ചിലപ്പോൾ സജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ കട്ടി കുറഞ്ഞ സബ്ജക്റ്റുകൾ പഠിപ്പിക്കാൻ പറ്റും. ചില ആൾക്കാർക്ക് ചിലപ്പോൾ +2 കഴിഞ്ഞിട്ട് കുട്ടിയെ എഞ്ചിനീയറിംഗിന് ചേർക്കണം, അല്ലെങ്കിൽ എൻ്റെ മോനെ വക്കീലാക്കണം, ഡോക്ടറാക്കണം, ഇങ്ങനെയൊക്കെയുള്ള വലിയ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. പക്ഷേ ഒരു സാധാരണ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് അല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കാനുള്ള കഴിവുണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ രീതിയിൽ ഡയറക്റ്റ് ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ അയാളുടെ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു സംഭവം. അപ്പോൾ ഇത് നമ്മൾ ശരിക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് ഒരു പക്ഷേ അറിഞ്ഞാൽ പോലും അത് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ഉള്ളത് അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവില്ല. അതെ, അവിടെയാണ് നമുക്ക് അവരെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യണം, അവരെ കൗൺസിൽ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പല പാരൻസ് പറയും എൻ്റെ മകന് കുഴപ്പമില്ല, എൻ്റെ മകൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുന്ന പാരൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ വീണ്ടും നമുക്ക് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്കാൻ ചെയ്യുമ്പോഴാണ് മനഃശാസ്ത്ര ടെസ്റ്റുകളുണ്ട്. നമുക്ക് ധാരാളം ടെസ്റ്റുകളുണ്ട്. അതിന് നമ്മൾ സ്കാനിങ് എന്നോ എക്സ്റേ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഇതാണ് നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിൻ്റെ ഇന്ന കണ്ടീഷൻ്റെ ഇത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്രത്തോളം കുറവുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് അവരെ പ്രാപ്തമാക്കാൻ പറ്റും. അപ്പോൾ അത് മാറ്റിയെടുക്കാറുണ്ട്. അങ്ങനെ പല പേരൻസിനെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അടുത്ത സാർ മൂന്നാമത്തെ ഇതിലേക്ക് പറഞ്ഞായിരുന്നു. അതെ, ഈ ബുദ്ധിശക്തിയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കുട്ടികളിൽ ഈ ബുദ്ധി കുറവിന് പകരം ബുദ്ധിശക്തി കൂടുതലായിരിക്കും. സാമാന്യ ബുദ്ധിയേക്കാളും ഒരല്പം കൂടെ കൂടുതൽ, അതിനേക്കാൾ എക്സ്ട്രാ ബ്രില്യൻ്റ് ആയിട്ടുള്ള ചില കുട്ടികളുണ്ട്. നമ്മൾ അതിനെ സുപ്പീരിയർ ഇൻ്റലിജൻസ് എന്നോ വെരി ഹൈ ഇൻ്റലിജൻസ് എന്നോ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചൈൽഡ് എന്നൊക്കെ പറയും. അപൂർവമായിട്ട് സംഭവിക്കുന്നതാണ് ചില ക്ലാസ്സിൽ. അവർക്ക് ഈ സാധാരണ കരിക്കുലവും സാധാരണ സ്കൂളിങ്ങും ഒക്കെ അല്ലെങ്കിൽ ടീച്ചിങ്ങിലൊക്കെ ബോറടിക്കും. ടീച്ചർ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കാര്യം അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഏകദേശം ഒന്ന് പറയുമ്പോൾ തന്നെ അവർക്ക്, അല്ലെങ്കിൽ തലേ ദിവസം അവർ ബുക്കൊന്ന് മറിച്ച് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം മനസ്സിലാക്കി കഴിയും. അപ്പോൾ ക്ലാസ്സിൽ വന്നിരിക്കുമ്പം അവർക്ക് ബോറടി ആയിരിക്കും.
ഇപ്പോൾ ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഒക്കെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴത്തേക്ക് അവർക്കെല്ലാം അറിയാം, അവർക്ക് പുതുതായിട്ടൊന്നും അവരുടെ മനസ്സിന് സ്റ്റിമുലേഷൻ കിട്ടുന്നൊന്നുമില്ല. അപ്പോൾ അവർ ചെറിയ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ശിക്ഷിക്കുന്നതിന് പകരം ഒരു എവിടെയും നമ്മൾ ഈ കുട്ടിയുടെ പ്രോബ്ലം വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ടീച്ചേഴ്സിനും പാരൻസിനും ഒരു അന്വേഷണ മനോഭാവം. എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ കുട്ടി ഇങ്ങനെ അസാധാരണമായിട്ട് മറ്റു കുട്ടികളെക്കാളും വ്യത്യാസമായിട്ട് എന്തുകൊണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞ പ്രോബ്ലംസും എല്ലാം ഇവിടെ എന്തുകൊണ്ടായിരിക്കും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മനോഭാവം ഉണ്ടെങ്കിൽ ഒരുപാട് കേസുകൾ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും രക്ഷപ്പെടുത്താനും പറ്റും. പലപ്പോഴും പല ടീച്ചേഴ്സും ചെയ്യുന്നത്, എല്ലാവരും അല്ല ചിലരെങ്കിലും ചെയ്യുന്നത്, ഇവൻ നിഷേധിയാണ്, ഇവൾ അഹങ്കാരിയാണ്, കുഴപ്പക്കാരിയാണ്, വീട്ടിലെ വളർത്തു ദോഷമാണ് എന്നൊക്കെ ജഡ്ജ് ചെയ്തിട്ട് ആ രീതിയിൽ പെരുമാറാൻ നോക്കും. ആ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഉള്ളതും കൂടെ നഷ്ടപ്പെടും. അതിന് പകരം ചില കുട്ടികൾ ഇച്ചിരി വികൃതിയാണെന്ന് എന്തായിരിക്കാം എന്ന് ചിന്തിക്കുകയും പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടികളെ നമുക്ക് എക്സ്ട്രാ കെയർ കൊടുത്ത് ചിലപ്പോൾ ആ സ്കൂളിൻ്റെ പേര് തന്നെ ഉയർത്താൻ ഈ കുട്ടിയെ കൊണ്ട് പറ്റും. തീർച്ചയായിട്ടും. കാരണം ഹൈ ഇൻ്റലിജൻസ് ഉള്ളതാണ്. അപ്പോൾ ഇൻ്റലിജൻസിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ വേറെ സംഭവമാണ്. അതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റി. വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സംഭവമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ വാക്കുകൾ തന്നെ നമുക്കറിയാം, പഠന വൈകല്യമാണ്. ഡിസേബിളാണ് കുട്ടി, പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ നേരത്തെ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞു, ഇൻ്റലിജൻസ് കുറഞ്ഞ കുട്ടികൾക്കും ലേണിംഗ് പ്രോബ്ലംസ് ഉണ്ടാകും, ലേണിംഗ് ലിമിറ്റേഷൻസ് ഉണ്ടാകും. കാരണം മറ്റു കുട്ടികളെ പോലെ എത്തില്ല അവർ. പക്ഷേ ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുദ്ധിശക്തി, ചിന്താശക്തിയൊക്കെ സാധാരണ കുട്ടികളെ പോലെയോ മുകളിലോ ആയിരിക്കും. പക്ഷെ അവർക്ക് പഠനം എന്നുള്ള പ്രക്രിയയിൽ മാത്രം പ്രശ്നം വരും. അങ്ങനെയുള്ള കുട്ടികൾ, അതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുക. ബുദ്ധിയെല്ലാം ഉണ്ടാവും, ബുദ്ധിശക്തിയും മറ്റെല്ലാ ചിന്താശക്തിയും എല്ലാം ഉണ്ടാവും. പക്ഷെ പഠിക്കുന്ന പ്രോബ്ലം വരുമ്പം പ്രശ്നം വരും. അത് 3 ഏരിയയിലാണ് നമുക്ക് മനസ്സിലാക്കുക. ഒന്ന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ്. ഇപ്പം ബാക്കി എല്ലാ സബ്ജക്റ്റും കുഴപ്പമില്ല, മാത്തമാറ്റിക്സിന് എല്ലാവർക്കും അല്പം പലർക്കും മാത്തമാറ്റിക്സ് അല്പം പ്രശ്നമാണ്. പക്ഷെ ഇത് ആ പ്രശ്നമല്ല, അതിനപ്പുറം അവർക്ക് ഒട്ടുമേ മനസ്സിലാവില്ല ഈ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് എന്താണെന്ന് അറിയില്ല. ഇപ്പം 7ഉം 9ഉം തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ 7, 9 ആ വ്യത്യാസം അറിയില്ല. ഇപ്പോൾ സാറിൻ്റെ കുട്ടിക്ക് അറിയാം 7 ചെറുതും 9 വലുതുമാണ്, 8 കഴിഞ്ഞാണ് 9. ഈ കോൺസെപ്റ്റ് ചെറിയ കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ സംസാരിക്കും. അതുപോലെ ഈ കുട്ടിക്ക് അറിയാൻ പറ്റില്ല, ഐഡൻറ്റിറ്റി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഹൈറാർക്കിൽ ഓർഡറിൽ ഇപ്പോൾ കുറേ സംഖ്യകൾ കൊടുക്കുകയാണ്. അപ്പോൾ സാർ നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് കൊടുക്കുമല്ലോ, 17, 41, 52. അപ്പോൾ ഇത് ഈ ഓർഡറിൽ എഴുതുക. അപ്പോൾ ഈ കുട്ടികൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് അറിയില്ല, വലുതേത് ചെറുതേത് എന്നറിയാൻ ഒക്കില്ല. പ്ലസ് ചിഹ്നത്തിൻ്റെ മീനിങ് എന്താണെന്ന് അറിയില്ല, മൈനസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ തലയിലോട്ട് എത്ര പറഞ്ഞാലും കയറില്ല, അങ്ങനൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫോർമുലാസ്, ഇതൊന്നും അവരുടെ തലയിൽ കയറില്ല. അപ്പോൾ ഇതിനെ ഡിസ്കാൽക്കുലിയ എന്നാണ് പഴയ പേര്. അപ്പോൾ മാത്തമാറ്റിക്കൽ ഡിസോർഡർ, മാത്സുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ പിന്നെ ലാംഗ്വേജ് ഡിഫിക്കൽറ്റി ഉണ്ട്, ഭാഷാപരമായ ന്യൂനത, വൈകല്യങ്ങൾ കുട്ടികൾക്ക് വരും. നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ശരിയാണ്, ഈ ഭാഷ എങ്ങനെയാണ് കോയിനിങ് ഓഫ് വേർഡ്സ് എന്ന് പറയും. 2 വാക്കുകൾ അർത്ഥപൂർണമായിട്ട് കമ്പൈൻ ചെയ്ത് നമ്മൾ പറയും. മുത്തശ്ശ, നമുക്ക് സിനിമയ്ക്ക് പോകാം. അപ്പോൾ ഇങ്ങനെ പറയും. നമ്മൾ ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ കറക്റ്റ് കോയിനിങ് ആണ്, ആ വാക്കുകൾ എടുത്തു വയ്ക്കുകയാണ്. ഈ കുട്ടിക്ക് അങ്ങനെ പറയാൻ അറിയില്ല. അപ്പോൾ അവർ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വലിയ കുട്ടിയായിരിക്കും, കുറച്ചുകൂടെ വലുതായി കാണും, 15 വയസ്സാകും, 14 വയസ്സ്, 10 വയസ്സ് കഴിഞ്ഞു. പക്ഷെ അവർക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ആ മീനിങ് കണ്ടുപിടിച്ച് പറയാനൊക്കില്ല. അപ്പോൾ ഇംഗ്ലീഷിലെ പല വാക്കുകളും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ നൈഫ് എന്നെഴുതുന്നു എക്സാമ്പിൾ. അപ്പോൾ നൈഫിന് കെ സൈലൻ്റാണ്. അപ്പോൾ കുട്ടി സൈലൻ്റായിട്ട് കെ ഒഴിവാക്കിയിട്ട് നൈഫ് എന്നെഴുതും. ആ കുട്ടിക്ക് എത്ര പറഞ്ഞെടുത്താൽ ഇതെന്തിനാ അവർക്ക് അത് അറിയാൻ പറ്റില്ല. അപ്പോൾ ആ സൈലൻറ്റ് വേർഡ്സ് ഒഴിവാക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഡോഗ് എന്ന് എഴുതാൻ പറഞ്ഞു, വലിയ കുട്ടിയാണ്. അപ്പോൾ അതിൽ എഴുതുമ്പം ഡിക്ക് പകരം ബി ആയിരിക്കും എഴുതുന്നത്. ഡിക്ക് ഇപ്പം ഏകദേശം സിമിലർ ആണല്ലോ, ഡിയും ബിയും സ്മോൾ ലെറ്ററിൽ ഡി ബോൾ. അപ്പോൾ ഡിക്ക് പകരം ബോൾ ബി ആക്കുക, ബിക്ക് പകരം ഡി എഴുതുക, ഡബ്ല്യുവിന് പകരം എം ആയി പോവുക.
ഇങ്ങനെയൊക്കെയുള്ള ഡിസബിലിറ്റീസ് കാണാൻ പറ്റും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുക. പക്ഷെ സാധാരണ ഇപ്പോൾ ഇത് കേൾക്കുന്ന പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ചെറിയ ചെറിയ സ്പെല്ലിംഗ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. ഇതൊന്നും ഇതിങ്ങനെ പറഞ്ഞോണ്ട് എനിക്കും അങ്ങനെ തോന്നി. അത് നമുക്കെല്ലാം പറ്റുന്നതാണ്. പക്ഷെ ഇതല്ല, കോൺസ്റ്റന്റ് ആയിട്ട് എത്ര ശ്രമിച്ചാലും എത്ര പഠിപ്പിച്ചാലും ഇത് തലയിൽ കയറാത്ത അവസ്ഥയൊക്കെയാണ്. മറ്റേ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എല്ലാവർക്കും ആ ഫോൾട്ട് വരും, ചിലപ്പോൾ തിരിഞ്ഞു പോകും, അതൊക്കെ ശരിയാണ്. ഇതല്ല, കംപ്ലീറ്റ് ഇങ്ങനെ ആയിപ്പോകുന്ന, എത്ര ശ്രമിച്ചാലും പറ്റാത്ത ആൾ. പക്ഷേ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ടീച്ചേഴ്സ് നന്നായിട്ട് ശിക്ഷിക്കുന്ന കുട്ടികൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട്. ശരി. കാരണം അവർക്ക് വ്യക്തമായി മാർക്ക് കുറയും. മറ്റ് ആക്ടിവിറ്റീസിലൊക്കെ കുഴപ്പമില്ല, അതെ, ബ്രില്യൻ്റ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ മാർക്ക് കുറയും, പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പണിഷ് ചെയ്യുക, പേരൻസിനെ വിളിച്ചു വരുത്തുക. അപ്പോൾ പേരൻസ് അവനെ ശിക്ഷിക്കുക, അല്ലെങ്കിൽ കുട്ടിയെ ശിക്ഷിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്. അപ്പോൾ ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ എന്തുകൊണ്ട്, അതാണ് മെയിൻ. അങ്ങനൊരു മനസ്സുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം എന്ന് മാത്രമല്ല, നമുക്ക് ആ ഒരു സൊസൈറ്റി, നമ്മുടെ മാനുഷികമായ മൂല്യങ്ങളെ നശിപ്പിക്കാൻ നിലനിർത്താനും പറ്റും. നമ്മൾ തന്നെ നമ്മൾ മുൻവിധിയില്ലായിരിക്കും. ഒരു അസാധാരണത്വം കാണുമ്പോൾ മുൻവിധിയിൽ നമ്മൾ തീരുമാനം എടുക്കുന്നതിന് പകരം വൈ, എന്തുകൊണ്ട് എന്നൊരു ചിന്തയുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങൾ ഒരുപാട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മറ്റൊരു പ്രോബ്ലം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ടാൻട്രംസ് എന്ന്, അമിതമായ നിർബന്ധമുള്ള കുട്ടികളുണ്ട്. അത് പലപ്പോഴും ഇപ്പം നമുക്ക്, അതായത് ഈ മുമ്പ് കാലത്തൊന്നും അത്രയും വലിയതായിട്ട് കണ്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഇപ്പോഴത്തെ സമൂഹത്തിൽ അത്തരം ഒരു ടെൻഡൻസി നമ്മൾ കൂടുതൽ കാണുന്നുണ്ട്. അതിന് ഒരു പരിധി വരെ കുട്ടികൾക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് കുറച്ചുകൂടെ ഒരു മോണോപ്പൊളി ഉണ്ട്. അവകാശ അധികാരങ്ങൾ പല രീതിയിലും കൂടുതലാണെന്ന് അവർക്കും അറിയാം, സമൂഹം അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് അവർക്കിത് കുറച്ചുകൂടെ കുട്ടിയുടെ സ്വഭാവത്തിലുള്ള ഒരു വാശിയും ദേഷ്യമൊക്കെ കുറച്ച് കൂടുതലാണ്. മാത്രമല്ല, പണ്ടത്തെ പോലെ അല്ല ഇന്ന്, കുട്ടികളുടെ എണ്ണം കുറവാണ്. ഇപ്പോൾ 1-2 പേരേ ഉള്ളൂ. അപ്പോൾ ചെറിയ പ്രായം മുതൽ തന്നെ അവർക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കൊരു കുറവ്. അപ്പോൾ അങ്ങനെ ഒരു കുറവില്ലാതെ വളരുന്ന കുട്ടികൾ എവിടെയെങ്കിലും ഒരു കുറവുണ്ടെന്ന് തോന്നിയാൽ പ്രശ്നം ഉണ്ടാക്കും. നേരത്തെ അതല്ല, ഇല്ലായ്മ നന്നായിട്ട് അറിഞ്ഞ് കണ്ട് വളരുന്നതാണ്. ഇപ്പം അങ്ങനെ അറിയാനുള്ള അവസരം അവർക്കില്ല, എല്ലാം സുഭിക്ഷമായിട്ട് അവർക്ക് കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും എന്താണ്, എന്തെങ്കിലും കുറയുമ്പോഴും അവർ പ്രശ്നം ഉണ്ടാക്കും. അപ്പം അതാണ് അതിൻ്റെ ഒരു കാരണം. രണ്ടാമത്, നിയമങ്ങൾ തന്നെ അവർക്ക് അനുകൂലമാണല്ലോ. ഇപ്പോൾ ടീച്ചേഴ്സിന് തന്നെ കുട്ടികളെ ഫിസിക്കൽ പണിഷ്മെൻറ്റ്, ഒരു വടി കെയിൻ വെച്ചിട്ട് അടി കൊടുക്കാനൊന്നും പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. പാരൻസ് തല്ലിയാൽ തന്നെ ഇന്ന് കുഴപ്പമാണ്. അപ്പോൾ അതൊക്കെ കുട്ടികൾക്ക് കുറേയൊക്കെ അറിയാം. മാത്രമല്ല, പാരൻസിൻ്റെ ഭയമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു മോണോപ്പൊളിയുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് ഇന്ന് പാരൻസിനെക്കാളും കുറച്ചുകൂടെ ഈ ടെക്നോളജിയിൽ നോളജ് കൂടുതലാണ്. കറക്റ്റ്. അത് കാരണം പാരൻസ് മോശക്കാരായതുകൊണ്ടല്ല, അവർക്ക് സമയമില്ല. അവർക്ക് കുറച്ച് നേരം ഇരുന്നാൽ ഏത് പാരൻറ്റിനും എല്ലാ ടെക്നോളജിയും മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയുടെ മൊബൈൽ ഫോൺ കുത്തുന്നതോ, കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പോ ഐഫോണോ ഒക്കെ പാരൻസിന് ഇതൊക്കെ പറ്റും. പക്ഷെ അവർക്ക് ഒന്നാമത് ശീലമില്ല, അല്ലെങ്കിൽ വലുതായിട്ട് അറിയില്ല, സമയം അവർക്കില്ല. ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി അവർ പാഞ്ഞു കിടക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിദഗ്ധർ വരുന്നതും ഇങ്ങനെയുള്ള ഷോപ്പുകൾ വരുന്നതും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചാൽ മതി, അവർ പെട്ടെന്ന് ചെയ്തു തരും എന്ന് നമ്മൾ കരുതും. കാരണം നമുക്ക് അതിനേക്കാളും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേറെ ഉണ്ട്, അവസരങ്ങളുണ്ട്. അപ്പോൾ പക്ഷെ കുട്ടികൾ കുത്തിയിരുന്നിട്ട് ഇതിങ്ങനെ നോക്കി പഠിക്കും പല കാര്യങ്ങളും. അപ്പോൾ അവർ ധരിക്കുന്നത് അവർക്ക് എന്തൊക്കെ അറിയാമെന്ന്. മാത്രമല്ല, ഇത് കാണുന്ന സാധാരണ പാരൻസ് മറ്റ് ആൾക്കാരുടെ അടുത്ത് പറയും, എൻ്റെ മോന് ഇതൊക്കെ കൂടുതൽ അറിയാം, മകൾക്കറിയാം. അപ്പോൾ അവരും പറയും അവർക്കെല്ലാം അറിയാം. ഇത് കേൾക്കുന്ന കുട്ടിക്ക് എന്താ ധാരണ, ഞാൻ വലുതാണ്, പാരൻസിനെ അവർക്ക് വലുതൊന്നും അറിയില്ല, ഞാനാണ് സംതിങ് ബിഗ് എന്നുള്ള രീതിയിൽ വരും. അതുപോലെ ഈ ലാംഗ്വേജിൻ്റെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇപ്പം നമ്മൾ പലയിടത്തും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളാണ്, എല്ലാം ഇംഗ്ലീഷിലാണ് കൂടുതൽ കൈകാര്യം ചെയ്തത്, ചെറിയ കുട്ടികൾ മുതൽ. അപ്പോൾ പല പാരൻസിന് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അത്ര ഫ്ലുവൻസി ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ വന്നിട്ട് ഇംഗ്ലീഷിലൊക്കെ കൂടുതൽ പറയുമ്പോഴത്തേക്ക് പാരൻസ് തന്നെ പേടിച്ചു. ഇംഗ്ലീഷ് വെറും ഒരു ഭാഷ മാത്രമാണ്, അതൊരു കാര്യമില്ല. അത് ചൈനയിൽ പോയാൽ ചൈനീസ് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ചൈന ഭയങ്കര സംഭവമാണെന്ന് പറയും. അവരിവിടെ വന്ന് നമ്മളെ മലയാളം കേട്ടാൽ നമ്മൾ എന്തുവാണെന്ന് തോന്നാം. അപ്പോൾ അതല്ല കാര്യം. കുട്ടികളുടെ ഓവറാൾ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഓവറാൾ നോളജ്, അതിനെ വിലയിരുത്തുക. ഇനി ഈ കുട്ടികൾ എന്തൊക്കെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ പഠിച്ചാലും
ഒരു അച്ഛൻ്റെയും അമ്മയുടെയും റോള് എത്രയോ ഉന്നതിയിലാണ്. പക്ഷേ ഈ പാരൻസിന് പലർക്കും അവരുടെ പ്രാധാന്യം അറിയില്ല. അതിന് പകരം അവരെന്ത് ചെയ്യും, ഈ കുട്ടിയുടെ ഈ ചെറിയ കാര്യങ്ങൾ കണ്ടിട്ട് അവരുടെ മുന്നിൽ ചെറുതായി കൊടുക്കും. ഒരു അമ്മ എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ റോളാണ് ഒരു ഒരു കുട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ അത് സ്വയം പാരൻസ് മനസ്സിലാക്കുകയും പാരൻസിന് ഒരു ഒരു എന്താ ഒരു കടിഞ്ഞാൻ റോള് അവരെപ്പോഴും എടുക്കുകയും വേണം. മക്കളെ എന്ത് പഠിച്ചാലും എങ്ങനെയൊക്കെ ആയിരുന്നാലും ശരി, ആ ഒരു ലൈനിൽ ചിന്തിക്കുമ്പോൾ, അപ്പോൾ അവരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ടെക്നോളജി അറിഞ്ഞാലും ശരി, മകനാണ് മകളാണ്. അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ അത് വേറൊരു സ്റ്റാൻഡേർഡാണ്, വേറൊരു ലെവലാണ്. ആ ലെവലിൽ നിൽക്കാം. അപ്പോഴത്തേക്ക് അങ്ങനെയാണ് മാറിപ്പോകും കുറേ. അപ്പോൾ ഈ ടാൻഡ്രംസ് പക്ഷേ സാധാരണ ഇത് ഒരു ജനറൽ ഫാക്റ്റാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് ക്ലിനിക്കലി പറഞ്ഞാൽ ഈ അൺനെസസറി ബിഹേവിയറുള്ള കുട്ടികളുണ്ട്. നിർബന്ധ ബുദ്ധി എന്നൊക്കെ പറയില്ലേ, അനാവശ്യ നിർബന്ധം. അവർ പറയുന്നത് സാധിച്ചു കൊടുത്തേ പറ്റൂ. അതെ അതെ, ചില കാര്യങ്ങൾ ഇപ്പം അവർക്കറിയാം. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്നു, അവർക്കൊരു സാധനം വേണം. അതൊരിക്കലും നമുക്കത് ആ വീട്ടിൽ നിന്ന് കിട്ടുന്നതല്ല. പക്ഷേ അവിടെ നിർബന്ധം പിടിച്ച് അവിടെ കിടന്ന് ഉരുണ്ട് ഭയങ്കര ഒരു ലാസ്റ്റിൽ വീട്ടുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ. വെരി ഗുഡ്, അതാണ് സത്യം. അതുപോലെ ഇപ്പം ഞാനൊരു ഉദാഹരണത്തിനൊരു കാര്യം പറഞ്ഞാൽ, എൻ്റെ അടുത്ത് വന്നൊരു കേസാണ്. അപ്പോൾ സാധാരണ ഒരു കുട്ടി 8 വയസ്സോ 9 വയസ്സോ 8 അങ്ങനെ എന്തോ ആണ്, 10 വയസ്സിന് താഴെയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ ഒരു ദിവസം അവൻ പറയും, അമ്മ എവിടെയെങ്കിലും, അച്ഛൻ സ്ഥലത്തില്ല, അമ്മ ഷോപ്പിങ്ങിന് എവിടെയെങ്കിലും പോകുമ്പോൾ അമ്മ ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞാൽ കുട്ടി അങ്ങോട്ട് കൊണ്ടുപോകും. വീട്ടിൽ വേറെ ആൾക്കാരുണ്ട്, എന്നാലും അവനെ കൂടെ കൊണ്ടുപോകുമ്പോൾ വഴി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അമ്മ ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തൽക്കാലം വാങ്ങിക്കൊടുക്കും. എന്നിട്ട് താക്കിയതും പറയും ഇനി മേലെ തന്നെ ഞാൻ കൊണ്ടുവരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കും. അടുത്ത പ്രാവശ്യം പോകുമ്പോഴും പറയും ഞാനും കൂടെ വരട്ടെ അമ്മ എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും വേണ്ട, നീ വന്ന പ്രശ്നമാണ്, നിനക്ക് ആവശ്യമില്ലാത്ത പോയി, ഇവിടെ ഉള്ളത് തന്നെ നീ വീണ്ടും വാങ്ങിക്കും, അല്ലെങ്കിൽ എപ്പോഴും വാങ്ങും. ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും പോകും. അങ്ങനെ ഓരോ പ്രാവശ്യം കാല് പിടിച്ച് പോവുകയും അവിടെ ചെന്നിട്ട് ഒന്നിലധികം കാര്യങ്ങൾ വേണമെന്ന് പറയും, നിർബന്ധം പിടിക്കുകയും ചെയ്യും. പക്ഷെ അമ്മ പ്രതിസന്ധിയിലാവുന്ന എന്താ, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ടാണ്, പബ്ലിക് പ്ലേസാണ്. അപ്പോൾ മറ്റുള്ളവർ എന്ത് കരുതും എന്ന് കരുതിയിട്ട് കണ്ണുരുട്ടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ പണിഷ്മെൻ്റൊക്കെ കൊടുത്തിട്ട് അങ്ങ് വന്നേരെ കാണിച്ചു തരാമെന്ന് പറയും. പക്ഷേ ഇത് സ്ഥിരമാവും. അപ്പോൾ പക്ഷേ അവസാനം വന്നപ്പോൾ ഈ അമ്മയ്ക്ക് പുറത്ത് പോകാൻ പറ്റില്ല, കാരണം വെക്കേഷൻ സമയമാണ്. എപ്പോൾ പോയിരുന്നാലും അവനും കൂടെ പോകും. വേറെ വീട്ടിൽ പോയിരുന്നാലും ഇതുപോലെ പോയിട്ട് അവിടുത്തെ എന്തെങ്കിലും വേണമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വാങ്ങിക്കൊടുക്കാതിരിക്കുക. അപ്പോൾ അമ്മ പറയുന്നത് അവൻ നിർബന്ധമായിട്ട് അവിടെ നിന്ന് കരയും. ഞാൻ പറഞ്ഞു അവൻ കരഞ്ഞോട്ടെ, അയ്യേ ആൾക്കാർ കണ്ട നാണക്കേടല്ലേ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് നാണക്കേട്, അവർ കണ്ട അവർക്കും കുട്ടികളുണ്ടല്ലോ, അല്ലെ തന്നെ അവരങ്ങനെ കണ്ടത് എന്താ കുഴപ്പം, നിങ്ങൾക്ക് മകൻ്റെ സ്വഭാവം മാറ്റിയെടുക്കണമെങ്കിൽ ഇത് ചെയ്തേ പറ്റും, ശ്രമിക്കാമെന്ന് പറയും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് പബ്ലിക് പ്ലേസിൽ ചെന്നിട്ടായിരിക്കും ഇത് ചെയ്യുക. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ എന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു തിരിഞ്ഞു നോക്കരുത്, വാങ്ങിക്കൊടുക്കുകയേ ചെയ്യരുത്, അവൻ എന്തൊക്കെ കാട്ടിയാലും ശരിയല്ല. അപ്പോൾ ഈ പാരൻസിൻ്റെ കുഴപ്പം, പ്രത്യേകിച്ച് അമ്മമാരുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ മറ്റ് ജനങ്ങൾ എന്ത് വിചാരിക്കും, എൻ്റെ മോൻ ഇങ്ങനെയാണ്, ആ ഒരു ഫീലിംഗ് ഇല്ലാത്ത അമ്മമാരുടെ മക്കൾക്ക് ഈ പ്രശ്നം വരില്ല. കറക്റ്റ്. അപ്പോൾ ഇവനൊരു ഷോപ്പിൽ ചെന്നു, അമ്മ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചില നിർദ്ദേശങ്ങൾ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വേറൊരാളും കൂടെ പോയിരുന്നു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, സാധനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു പറ്റില്ല, അത് വേണമെന്ന് പറഞ്ഞു. അവൻ വരാതെ അവിടെ നിൽക്കുകയാണ്, നിർബന്ധം പിടിച്ചു. ചുരുക്കി പറഞ്ഞാൽ അവൻ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അമ്മ പോയി വാങ്ങിക്കൊടുക്കുന്ന അവൻ അറിയാം. പക്ഷെ എൻ്റെ നിർദ്ദേശപ്രകാരം അവരെന്ത് ചെയ്തു, അവിടെ നിൽക്കാതെ മെല്ലെ ഇറങ്ങി നടന്നു, പേടിച്ചിട്ടാണെങ്കിലും. അവർക്ക് പേടിയാ ഈ കുട്ടി എന്താവും. പക്ഷെ എനിക്കറിയാം അമ്മ മുമ്പോട്ട് പോയാൽ ഉറപ്പായിട്ട് അവനും കൂടെ വരുമെന്നറിയാം. പക്ഷെ അമ്മയ്ക്ക് ആ ധൈര്യമില്ല. എന്നാലും എൻ്റെ വർത്തമാനത്തിൽ അവർ പോയി, എൻ്റെ ഉറപ്പിൽ. മാത്രമല്ല ഒരാളിനെയും കൂടെ ഞാൻ കൊണ്ടുപോയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലാതെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കടക്കാരൻ ചോദിച്ചു എന്താ മോനെ ഇവിടെ നിൽക്കുന്നത്, എന്താ? അപ്പോൾ അമ്മയും കാണാനില്ല, മറുപടി പറയാനും വയ്യ. അവൻ ഇറങ്ങി അമ്മയുടെ ബാക്കിൽ ഒരൊറ്റ ഓട്ടം ഓടിച്ചെന്നിട്ട് അമ്മയ്ക്ക് 2 ഇടിയൊക്കെ കൊടുത്തു, അറിയാതെയൊക്കെ തട്ടുമുട്ട് കൊടുത്തിട്ട്. പക്ഷെ എങ്കിലും ശരി അവിടെ സിറ്റുവേഷൻ മാറി. മറ്റുള്ളവരെ കുറിച്ചുള്ള അനാവശ്യ ചിന്ത, മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ മനുഷ്യരല്ലേ, എല്ലാവരും മനുഷ്യരല്ലേ, നമ്മൾ വേറെ ആർക്ക് ദ്രോഹമായിട്ടോ എതിരായിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വരില്ല. അപ്പം മറ്റ് വീടുകളിൽ പോകുമ്പോഴത്തേനും താക്കീത് കൊടുക്കുക, നോ. അപ്പോൾ അവർ പറയും ഇവൻ ചിലപ്പോൾ നിർബന്ധം കാണിക്കാൻ ആവശ്യമാണ്, നിങ്ങൾ അത് എടുത്ത് കൊടുക്കാനൊന്നും പോകണ്ട, ഇവൻ കുറച്ച് കഴിയുമ്പോൾ അത് പാടില്ല എന്ന് നമ്മൾ വ്യക്തമായിട്ടൊരു ധാരണ കൊടുക്കണമെങ്കിൽ ഇതുപോലെ ചെയ്തേ പറ്റും.
തീർച്ചയായും. അല്ലെങ്കിൽ കുട്ടി പഠിക്കുന്നത് എന്താ, ആദ്യം അമ്മ പറ്റില്ലെന്ന് പറയും, അച്ഛൻ പറ്റില്ലെന്ന് പറയും. ഞാൻ ഒന്നും കൂടെ ദേഷ്യപ്പെട്ടാൽ ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഞാൻ കിടന്ന് കരഞ്ഞാൽ കിട്ടും, ചിലപ്പോൾ ഞാൻ കിടന്ന് ഉരുണ്ടാൽ കിട്ടും. ചില മക്കളെ വീട്ടിൽ ചില പെൺകുട്ടികളൊക്കെ പട്ടിണി കിടക്കും കാര്യങ്ങൾ നേടാൻ വേണ്ടി. അതൊന്നും എന്തൊക്കെ ചെയ്താലും ശരി, ഒന്നും അനാവശ്യ കാര്യങ്ങൾ നോ എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആലോചിച്ചിട്ട് പറയുക. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എസ് ആക്കരുത്. ഇതാണ് ഇങ്ങനെയുള്ള കുട്ടികളുടെ ഒരു പരിഹാര മാർഗം. തീർച്ചയായിട്ടും അത് വലിയൊരു അഡ്വൈസാണ് സാർ തന്ന. ഏതായാലും ഇപ്പം ഇത് കാണുന്നവർ സാറിനൊന്ന് കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകും. കാരണം ഒരുപാട് പ്രശ്നങ്ങളുള്ള പാരൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് സാർ ഈ പറയും പോലെ ഗൾഫിലേക്ക് വരുന്നത് മാസത്തിൽ ഒരു പ്രാവശ്യം മിക്കവാറും ഇടയ്ക്ക് ഞാൻ വരാറുണ്ട്. അപ്പം സാറിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ്? എൻ്റെ നമ്പറിൽ, എൻ്റെ ഈ വാട്സാപ്പിൽ ഇപ്പോൾ എൻ്റെ നമ്പർ ഇന്ത്യയിലെ നമ്പറിലാണ് വാട്സാപ്പുള്ളത്, 9474541049. ഇതിലേക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും ഇവിടെ ഉണ്ടാവും. നാട്ടിൽ ഞാൻ സ്ഥിരമായിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴേ എങ്ങനെ കാണാൻ പറ്റും ഈ നമ്പറിൽ ഒന്നുകൂടെ പറഞ്ഞാൽ 9474541049. ഇതിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. ഇത്രയും നേരം വളരെ കാര്യമായിട്ട് അത് കുട്ടികൾക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ സാറിൻ്റെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. സാറ് എപ്പോഴാണ് തിരിച്ച് വീണ്ടും യു എയിലേക്ക് വരുന്ന ആ സമയത്ത് സാറിനെ കാണാനുള്ള അവസരമുണ്ട്. താങ്ക് യു. Thank you, sir. Thank you. This program brought to you by NK Group. Lucky Center and Lucky Department Store, Ajuman.